ഹലോ എവ്രി വൺ. അൽമാഹിർ അറബിക് അവാർഡ് എക്സാമിനേഷൻ 2022-23 സ്കൂൾ ലെവൽ HSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂറത്ത് തുഅറഫു ബി സബഇൽ മസാനി. സബഇൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ആൻസർ സൂറത്തുൽ ഫാത്തിഹ. മതാ നഹ്തഫിലു യൗമുൽ ആലമി ലിലുഗത്തിൽ അറബിയ. എപ്പോഴാണ് അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് എന്നാണ്? ഡിസംബർ 18. മൻ കതബ നഷീദത്തുൽ വത്തൻ. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. മുഫ്രദു കലിമത്തു ഇഖ്വത്ത്. ഇഖ്വത്ത് എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്താണ്? ഒറ്റ വചനമായിട്ടുള്ളത് എന്താണ്? അഹ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മൻ ഹുവ മലിക്കു ദൗലത്തു ഖത്തർ ഹാലിയൻ. ഖത്തറിലെ ഇപ്പോഴത്തെ രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ കിങ്, ഇപ്പോഴത്തെ ഖത്തറിലെ കിങ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? തമീമുബിനു ഹമദ സാനി എന്നിവരാണ്. നെക്സ്റ്റ് നോക്കാം. മൻ യുഅറഫു ബിറജുലി ത്വയ്രിൽ ഹിന്ദി. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സാലിം അലി. റഫീഖത്ത് സിബ കിതാബുൻ മഷ്ഹൂറുൻ കതബഹു. റഫീഖത്ത് സിബ എന്ന പുസ്തകം മഷ്ഹൂറുൻ പ്രശസ്തമാണ്. എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബാല്യകാല സഖിയാണ് റഫീഖത്തു സിബ. മൻ ഹുവ അബുൽ ലുഗത്തുൽ അറബിയ. അറബി ഭാഷയുടെ പിതാവാര്? ആരാണ്? യഅ്റബുബ്നു ഖഹ്താൻ. മൻ ഹുവ സാഹിബു മുഅ്ജിം ലിസാനുൽ അറബ്. ലിസാനുൽ അറബ് എന്ന ഡിക്ഷണറി ആരുടേതാണ്? ഇബ്നു മൻലൂർ എന്ന ആളുടേതാണ് കേട്ടോ. ഐന വുലിദത് മലാല യൂസുഫ്സായ്. മലാല യൂസുഫ്സായ് എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? പാകിസ്ഥാൻ. മൻ അസ്സസ ജാമിഅത്തു അലിക്കർ ലി ഇസ്ലാമിയ. ഇസ്ലാമിലെ അലിക്കർ യൂണിവേഴ്സിറ്റി ആരാണ് നിർമ്മിച്ചത്? ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഓക്കെ. മൻ ഹുവ മഅറൂഫു ബിശാഇറിൽ ഖുവ്വ. ആരാണ് അറിയപ്പെടുന്നത് ബിശാഇറിൽ ഖുവ്വ? ഖുവ്വ എന്ന് വെച്ചാൽ ശക്തി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഓക്കെ. മനിൽ ലസി ലഹറ മിനൽ ഉലമായി അവലൻ ലി മുഹാറബത്തിൽ ഹുകൂമത്തിൽ ഇൻജിലീസിയ മമ്പുറം തങ്ങൾ. മമ്പുറം തങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെതിരെ പോരാടിയ അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതൻ ആരായിരുന്നു? കാളി ഉമർ വെളിയങ്കോട് ആണ് കേട്ടോ. കാളി ഉമർ വെളിയങ്കൂട്ടി എന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ ശരി ആൻസർ. നെക്സ്റ്റ് നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്തി ഡാഷ് അക്ലാമിൻ. ഇവിടെ നമ്മൾ എണ്ണത്തിൻ്റെ നിയമമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരിക സലാസത്തു അക്ലാമിൻ എന്നാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. മൻ ലുക്കിബത്ത് ബിദാത്തിൻ നിലാക്കൈൻ. ആരാണ് അറിയപ്പെടുന്നത്? ലുക്കിബത്ത് നമ്മൾ പറയില്ലേ, അവർക്ക് ഉണ്ടാവുന്ന പേരാണ് ബിദാത്തിൻ നിലാക്കൈൻ എന്ന് അറിയപ്പെടുന്ന ആരാണ്? അസ്മാ ബിൻതു അബീബക്കർ ആണ് കേട്ടോ. അബൂബക്കറിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബീവിയാണ്. ഇനി നോക്കാം 16ാമത്തെ ക്വസ്റ്റ്യൻ. റീഫുൻ മുത്തറാദിഫുഹു. റീഫ് എന്നതിൻ്റെ മുത്തറാദിഫ് അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം എന്താണ്? ഖറിയത്ത്, ഗ്രാമം. രണ്ടും എന്താണ്? ഗ്രാമം എന്ന അർത്ഥമാണ്. മിൻ അയ്യി ഷൈഇൻ തസ്നഉ നഹ്ലത്തു അസലൻ. എവിടെ നിന്നാണ് തേനീച്ച തേൻ ശേഖരിക്കുന്നത്? എവിടെ നിന്നാണ്? റഹീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമ്പൊടി എന്നൊക്കെ പറയും. നസലൽ മത്തറു ഡാഷ് അസമ. മഴ വർഷിക്കുന്നു ഡാഷ് സമ. ഇവിടെ എന്താണ്?
ആകാശത്തിൽ നിന്ന്. അപ്പം മിൻ എന്നാണ് അവിടെ വരിക. മിന്നിൻ്റെ അർത്ഥം നിന്ന് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡാഷ് യഹ്ലുറു അഹദുൻ. ഡാഷ് യഹ്ലുറു അഹദുൻ. അപ്പോൾ അവിടെ ഡാഷ് ഉള്ളിടത്ത് എന്താണ് വരിക? ഇവിടെ ഇത് ജസ്മിൻ്റെതായതുകൊണ്ട് തന്നെ യഹ്ലുർ എന്നതിൽ അവസാനം ജസ്മ് വന്നതുകൊണ്ട് തന്നെ ലമ്മാണ് ഇവിടെ വരിക. മൻ ഹുവ സാഹിബു ഖസീദത്തുൽ ബുർദ. ഖസീദത്തുൽ ബുർദയുടെ സാഹിബ് കർത്താവാര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഇമാം ബൂസിരി. ഷിആറു മഹ്കമ. മഹ്കമയുടെ അടയാളം, കോടതിയുടെ അടയാളം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മീസാൻ. മന്നാല ജായിസത്തു എഴുത്തച്ഛൻ ഫി സനത്തി 2022. 2022 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സേതു മാധവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉംലത്തു ലി വിലാദത്തി മുത്തഹിദത്തി അംരീക്കിയ. അതായത് അമേരിക്കയുടെ ഉംല കറൻസി എന്താണ്? അമേരിക്കയുടെ കറൻസി എന്താണ്? ഡോളറാണ് അല്ലേ? അപ്പോൾ ദൂലാർ ഓപ്ഷൻ സി ആണ്. മൻ ഹസല ഹിസാ അസ്സഹബി ഫി കഅസിൽ ആലമി ലിഖുറത്തിൽ ഖദം ബി ഖത്തർ. ആർക്കാണ് ഹിസാ അസ്സഹബി? അതായത് കഅസിൽ ആലം ലിഖുറത്തിൽ ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഹിസാ അസ്സഹബി ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാണ്? കിലിയാൻ എംബാപ്പെ. കിലിയാൻ എംബാപ്പയ്ക്കാണ് എന്ത് ലഭിച്ചത്? ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. വസീറുൽ കഹ്റുബായി വിലായത്ത് കേരള ഹാലിയൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഇലക്ട്രിക് മന്ത്രി, അതായത് നമ്മൾ കറണ്ടിൻ്റെ വൈദ്യുതി മന്ത്രി ഇല്ലേ, വൈദ്യുതി മന്ത്രി ആരാന്ന് ചോദിച്ചത്. ആരാണ്? സയ്യിദ് കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.